we are going to start with the new system, that is cardiovascular system or the circulatory system. അപ്പോൾ ഇതിൽ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, പിന്നെ ഹാർട്ടിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്, ഈ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, ഹാർട്ട് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ BP, അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ പഠിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇതിലത്തെ ഓരോ ടോപ്പിക്കും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദി സിസ്റ്റം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഈസ് ടു സേ അബൌട്ട് ദി ഫിസിയോളജിക്കൽ അനാറ്റമി ഓഫ് ദി ഹാർട്ട്, അതായത് ഫങ്ഷണൽ അനാറ്റമി ഓഫ് ദി ഹാർട്ട്. സോ ഇത് ഒരു ഹാർട്ടിൻ്റെ എക്സ്റ്റേണൽ വ്യൂ ആണ്, പുറത്തുനിന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഹ്യൂമൻ ഹാർട്ട് ഇസ് 4 chambered വിത്ത് 2 atria and 2 ventricles, അല്ലേ? The right side of the heart carries impure blood and the left side of the heart carries pure blood. അതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇത് കാണിച്ചിരിക്കുന്നത് ഏട്രിയ ആണ്. ഇത് റൈറ്റ് ഏട്രിയം ആണ്, ഇത് ലെഫ്റ്റ് ഏട്രിയം ആണ്. ആൻഡ് ദിസ് ഈസ് ദി റൈറ്റ് വെൻട്രിക്കിൾ. ഇതിൻ്റെ മിഡിലിൽ കൂടെ പകുതി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഇപ്പുറത്തെ സൈഡാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന മുകളിലുള്ള കുറേ ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അത് ഹാർട്ടിൻ്റെ ആ ഒരു മസിൽസിനെ, കാർഡിയക് മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ്. ദേ ആർ കോൾഡ് ദി കൊറോണറി ആർട്ടറീസ്. അതിൻ്റെ പല ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദി സുപ്പീരിയർ ആൻഡ് ദി ഇൻഫീരിയർ വിനാക്കാവ. സുപ്പീരിയർ വിനാക്കാവ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് നെക്ക് റീജിയൻസ് നിന്ന്, അതായത് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡിയിൽ നിന്നും, എസ്പെഷ്യലി ഫ്രം ദി ഹെഡ് ആൻഡ് നെക്ക് റീജിയൻസിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സുപ്പീരിയർ വിനാക്കാവ. അതേസമയം റെസ്റ്റ് ഓഫ് ദി ബോഡി, അതായത് നെക്കിന് താഴെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇൻഫീരിയർ വിനാക്കാവ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് സുപ്പീരിയർ വിനാക്കാവ ആൻഡ് ദിസ് വൺ ഈസ് ദി ഇൻഫീരിയർ വിനാക്കാവ. എന്നിട്ട് ഈ ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും അത് പിന്നെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ത്രൂ ദി പൾമണറി ആർട്ടറി, പൾമണറി ആർട്ടറിയിൽ കൂടെ ദ ബ്ലഡ്, that is the impure blood, will reach the lungs. പൾമണറി ആർട്ടറിയിൽ കൂടെ impure blood ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിലെത്തിയ ശേഷം പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ നിന്നും ത്രൂ ദി പൾമണറി വെയിൻസ്, ഈ കാണിച്ചിരിക്കുന്നത് പൾമണറി വെയിൻസ് ആണ്. അപ്പോൾ പൾമണറി വെയിൻസിൽ കൂടെ ആ ബ്ലഡ് നേരെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. From the left atrium, the blood will move to the left ventricle and from the left ventricle through the aorta. അയോട്ടയിൽ കൂടെ ബാക്കിയുള്ള എല്ലാ ബോഡി ഓർഗൻസിലേക്കും പ്യൂർ ബ്ലഡ് എത്തിക്കുന്നു. അപ്പോൾ ഇതാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളിലത്തെ, ഇതൊരു എക്സ്റ്റേണൽ വ്യൂ ആണ്. ഇതാണ് അതിൻ്റെ ഇൻറ്റേർണൽ വ്യൂ. അപ്പോൾ ഇൻറ്റേർണൽ വ്യൂവിൽ ദിസ് ഈസ് ദി റൈറ്റ് ഏട്രിയം, ദിസ് ഈസ് ദി റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, പിന്നെ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അറൈസ് ചെയ്യുന്നതാണ് പൾമണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അറൈസ് ചെയ്യുന്നതാണ് അയോട്ട. ഓക്കെ, ദെൻ ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു കുഞ്ഞൊരു വാൾവ് ഉണ്ട് ആൻഡ് ദാറ്റ് വാൾവ് ഈസ് കോൾഡ് ദി ട്രൈകസ്പിഡ് വാൾവ്. ട്രൈകസ്പിഡ് വാൾവ്. ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു വാൾവ് ഉണ്ട്, ദാറ്റ് ഈസ് ദി ലെഫ്റ്റ് വാൾവ് ഓർ ദി ബൈകസ്പിഡ് വാൾവ്. ആൻഡ് അതിനെ മിട്രൽ വാൾവ് എന്നും കൂടിയും പറയും. അങ്ങനെ 2 പേരിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ എന്താ പറയുക ട്രയാങ്കുലർ ഷേപ്ഡ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ചില മസിൽസ് ആണ്. ഓക്കെ, ദേ ആർ കോൾഡ് ദി പാപ്പിലറി മസിൽസ്. ആൻഡ് ഈ മസിൽസിൽ നിന്നും ചെറിയ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് കോർഡേ ടെൻഡിനെ എന്നും പറഞ്ഞിട്ടുള്ള ചെറിയ
ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഈ ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൾവുകളുടെ ഫ്ലാപ്പ് ഓരോരോ പാർട്ടിനെയും പിടിച്ചു നിർത്തുന്നത്, അതിൻ്റെ പൊസിഷനിൽ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെയും പ്രസൻ്റ് ആണ്. ആ രണ്ട് വാൾവിൻ്റെ രണ്ട് ഇതിനെയും പിടിച്ചു നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൾവ്. അതിൽ ട്രൈക്കസ്പിഡ് വാൾവ് എന്ന് പറയുമ്പോൾ അതിന് 3 ഫ്ലാപ്പുകൾ ഉണ്ടാവും, 3 ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇതൊരു ഫ്ലാപ്പ്, ഇത് രണ്ടാമത്തെ ഫ്ലാപ്പ്, ഇത് മൂന്നാമത്തെ ഫ്ലാപ്പ്. അങ്ങനെ 3 ഫ്ലാപ്പുകൾ കൂടിയിട്ടുള്ളൊരു ചെറിയ സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് ആണ്. അതേസമയം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കാണുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഇതിൽ കാണുന്ന ആ ഒരു മിട്രൽ വാൾവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൾവ് എന്ന് പറയുമ്പോൾ അവിടെ 2 ഫ്ലാപ്പുകൾ മാത്രമേ കാണുന്നുള്ളൂ. സോ ഈ 2 വാൾവുകൾ എന്ന് പറയുന്നത് ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്കുള്ള വാൾവുകളാണ്. ഇനി അതേപോലെ തന്നെ വെൻട്രിക്കിളിൽ നിന്നും എറൈസ് ചെയ്യുന്ന 2 ബ്ലഡ് വെസൽസ്, അതായത് പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട, ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിലും ഇതേപോലെ 2 വാൾവുകളുണ്ട്. അതിനെയാണ് സെമി ലൂണാർ വാൾവ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് സെമി ലൂണാർ വാൾവ് ആണ്. അത് ക്രെസൻറ്റിക് ഷേപ്പ് ആയതുകൊണ്ടാണ് അതിനെ സെമി ലൂണാർ വാൾവ് എന്ന് പറയുന്നത്. ചെറിയൊരു 3 ഇതായിട്ടുള്ള ക്രെസൻ്റ് ആണ്, എന്നിട്ട് അതിനകത്തൊരു ചെറിയ ഓപ്പണിങ്ങും ഉണ്ട്. അത് നല്ലപോലെ പുഷ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിൽ കൂടെ ബ്ലഡ് ഇജക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സെമി ലൂണാർ വാൾവുകൾ സീൻ അറ്റ് ദി ബേസ് ഓഫ് ദി പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട. ഇനി 2 ഏട്രിയവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വാളിന് ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു മതിലിനെ പറയുന്നതാണ് ഏട്രിയൽ സെപ്റ്റം, ഇന്റർ ഏട്രിയൽ സെപ്റ്റം. 2 ഏട്രിയത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അതേസമയം 2 വെൻട്രിക്കിളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഓക്കെ, 2 ഏട്രിയത്തിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം, വെൻട്രിക്കിളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഇനി ഏട്രിയവും വെൻട്രിക്കിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇടയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു വാളുകൾ, WALL. ഓക്കെ, വാളുകൾ, മതിലുകൾ. അപ്പോൾ അതിൽ കൂടെയാണ് ഇതിൻ്റെ എല്ലാ സെപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഓൾ ദി 4 ചേമ്പേഴ്സ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ദേ ആർ ഫുള്ളി സെപ്പറേറ്റഡ്. അവർ തമ്മിൽ ഒരു മിക്സിങ്ങും സംഭവിക്കുന്നില്ല, കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി ഫിസിയോളജിക്കൽ അനാറ്റമി ഓഫ് human heart. So about the layers of heart. അപ്പോൾ ഹാർട്ടിൻ്റെ കവറിങ്സിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഓർ ദി ഔട്ടർ മോസ്റ്റ് കവറിങ് ഇസ് കോൾഡ് പെരികാർഡിയം. ഏറ്റവും പുറത്തുള്ള കവറിങ് ആണ്. And it is divided into 2 layers as parietal layer and visceral layer. അപ്പോൾ പെരികാർഡിയം ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ്, ഹാർട്ടിൻ്റെ ഏറ്റവും പുറത്തുള്ള കവറിങ് ആണ്. അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിങ്ങും കൂടിയാണ്. സോ ആ പെരികാർഡിയത്തിന് 2 ലെയർ ഉണ്ട്, പെറൈറ്റൽ ആൻഡ് വിസറൽ. ഈ പെറൈറ്റൽ ലെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ ബോഡി വാളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. വിസറൽ ലെയർ എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ആ ഒരു മെയിൻ ഏരിയയുമായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ലെയേഴ്സാണ്. അപ്പോൾ എന്താ, പെറൈറ്റൽ ലെയർ ബോഡി വാളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാരണം ഹാർട്ട് നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട്, കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാനായിട്ട് സഹായിക്കും. വിസറൽ ലെയർ ആണെങ്കിലോ ഹാർട്ടിൻ്റെ മെയിൻ ടിഷ്യൂമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം ഹാർട്ട് പ്രോപ്പർ പൊസിഷനിൽ എല്ലാ ഏരിയയുമായിട്ട് ടച്ച് ചെയ്തിട്ട് ഇരിക്കും. Then next is the second layer is myocardium. That is the muscular layer. Myo എന്നുള്ള ടേം കേട്ട് കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക it is something related to muscles. Okay, so myocardium, it is the muscles of contractile unit, the pacemaker and the conductive system. അപ്പോൾ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ലെയറാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. And the next one is endocardium. That is the innermost layer. Okay, and it continues as the endothelium of the blood vessels. അപ്പോൾ ഞാൻ ഹീമോസ്റ്റാസിസ് പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞിരുന്നു ബ്ലഡ് വെസൽസിന് 3 ലെയർ ഉണ്ട്. ഔട്ടർ എപ്പിത്തീലിയൽ ലെയർ, ദെൻ മിഡിൽ കൊളാജനസ് ലെയർ, കൊളാജൻ ഫൈബറുള്ള ലെയർ, ആൻഡ് ഇന്നർമോസ്റ്റ് എൻഡോത്തീലിയൽ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോത്തീലിയൽ ലെയർ ആണ് ഹാർട്ടിൻ്റെ എൻഡോകാർഡിയവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ലെയേഴ്സ് ഓഫ് ദി ഹാർട്ട്.
ഇനി ഇതാണ് ബ്ലഡ് വെസലിൻ്റെ ഒരു പാത്വേ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഒരു പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ അയോട്ട എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് പ്യുവർ ബ്ലഡ് ആൻഡ് ഇറ്റ് അറൈസസ് ഫ്രം ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ അയോട്ടയിൽ നിന്നും ആ പ്യുവർ ബ്ലഡ് ആർട്ടറിയിലേക്ക് എത്തുന്നു. ആർട്ടറി ഓരോ ഓർഗൻസിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്ത ശേഷം അത് ആർട്ടീരിയോളായിട്ട് മാറുന്നു. ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡയമീറ്റർ കുറവുള്ളത്. ആർട്ടീരിയോൾ പിന്നെ ടിഷ്യൂസിൻ്റെയും സെൽസിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് കാപ്പിലറി ആയിട്ട് മാറും. അപ്പോൾ കാപ്പിലറിക്ക് ഒരു ആർട്ടീരിയൽ എൻഡും ഉണ്ട്, ഒരു വീനസ് എൻഡും ഉണ്ട്. അപ്പോൾ ആർട്ടീരിയൽ എൻഡിൽ എന്താണ്, ഈ ആർട്ടീരിയോളിൽ നിന്ന് വരുന്ന പ്യുവർ ബ്ലഡ് വരും. അത് എന്നിട്ട് ടിഷ്യൂസിലേക്കൊക്കെ സപ്ലൈ ചെയ്ത ശേഷം ടിഷ്യൂസിൽ നിന്നും കിട്ടുന്ന ആ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അത് വീനസ് എൻഡിൽ വന്നിട്ട് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇറ്റ് വിൽ ഫോം ദി വെന്യൂൾ. അപ്പോൾ ആ ഒരു ഇത് ഗ്രഡേഷൻ മനസ്സിലാക്കാനാണ് ഈ ഒരു ഇത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ആരോ മാർക്ക്, കളർ ഗ്രേഡിയൻസ് കാണിക്കുന്ന ഒരു ആരോ മാർക്ക് ഇട്ടത്. കാപ്പിലറിക്ക് ഒരു ആർട്ടീരിയൽ എൻഡും ഉണ്ട്, ഒരു വീനസ് എൻഡും ഉണ്ട്. അപ്പോൾ ആർട്ടീരിയൽ എൻഡ് പ്യുവർ ബ്ലഡിനെ സപ്ലൈ ചെയ്യും. എന്നിട്ട് വീനസ് എൻഡിനകത്ത് അതിൻ്റെ ഇംപ്യുവർ ബ്ലഡ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അതൊരു വെന്യൂളായിട്ട് മാറും. വെന്യൂൾ എന്ന് പറയുന്നത് ലോവർ ഡയമീറ്റർ, ലെസർ ഡയമീറ്റർ ഉള്ളത്. ആ വെന്യൂൾസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് വിൽ ഫോം എ ലാർജർ വെയിൻ ആൻഡ് ദ വെയിൻസ് വിൽ ഫൈനലി ഓപ്പൺ അപ്പ് ഇൻ ടു ദി വിനാക്കാവ. അത് സുപ്പീരിയർ ആണെങ്കിലും ഇൻഫീരിയർ ആണെങ്കിലും ഈ രീതിയിലാണ് ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു പാത്വേ, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന പാത്വേ എന്നും പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് അബൌട്ട് ദി കാർഡിയക് മസിൽ. അതാണ് ഈ ഹാർട്ടിൻ്റെ മസിൽ. അപ്പം മസിൽസിനെ 3 ടൈപ്പായിട്ട് ശരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ട്: സ്കെലിറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയക്, അല്ലേ? അതിന് 3 മസിൽസ് ആണ്. അപ്പം അതിൽ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ സപ്ലൈ അല്ല, ഹാർട്ടിൻ്റെ മസിൽ എന്ന് പറയുന്നതാണ് കാർഡിയക് മസിൽ. കാർഡിയക് മസിൽ ഹാർട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ, വേറെ എവിടെയും കാണുന്നില്ല. ഓക്കെ, ആൻഡ് കാർഡിയക് മസിൽ ഇസ് എ ടൈപ്പ് ഓഫ് ഇൻവോളണ്ടറി സ്ട്രയേറ്റഡ് മസിൽ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയക് മസിൽസ് ആർ സ്ട്രയേറ്റഡ്, ദേ ആർ ഇൻവോളണ്ടറി ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്, സീൻ ഓൺലി ഇൻ ദി ഹാർട്ട്. അതേസമയം സ്കെലിറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ ദേ ആർ വോളണ്ടറി, സ്ട്രയേറ്റഡ്, അൺബ്രാഞ്ച്ഡ് ആൻഡ് സീൻ ഇൻ ദി സ്കെലിറ്റൽ മസിൽസ്, ഇൻ ദി മസിൽസ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ബോൺസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വോളണ്ടറി ആയിട്ടുള്ള മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽസ്. പിന്നെ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് അവർ ഇൻവോളണ്ടറി ആണ്, നോൺ സ്ട്രയേറ്റഡ്, പിന്നെ അൺബ്രാഞ്ച്ഡ് ആണ്, ആൻഡ് ദേ ആർ സ്പിൻഡിൽ ഷേപ്ഡ്. ഇതിനെ പോലെ സിലിണ്ട്രിക്കൽ അല്ല, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, സീൻ ഇൻ ദി ഇന്റേണൽ ഓർഗൻസ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നീട് പഠിക്കാം. എനിവേ, ഇവിടെ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്നത് കാർഡിയക് മസിലാണ്, ആൻഡ് ദേ ആർ ഇൻവോളണ്ടറി, സ്ട്രയേറ്റഡ്, ബ്രാഞ്ച്ഡ് ആൻഡ് സീൻ ഓൺലി ഇൻ ദി ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ചസിൻ്റെ ഒക്കെ ബേസിൽ ദർ ആർ സർട്ടൻ ആങ്കറിങ് സ്ട്രക്ചേഴ്സ് അറ്റാച്ച് ചെയ്ത് ഒരു ബ്രാഞ്ചിനെ മറ്റൊരു ബ്രാഞ്ചുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്, കണ്ടെയ്നിങ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ സ്പേസ് ഉള്ളതിനെയാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ആങ്കറിങ് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. സോ ഈ ഇന്റർകലേറ്റഡ് ഡിസ്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് മസിൽ കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുക, ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക്. അപ്പോൾ അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഗ്യാപ്പ് ജംഗ്ഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത് കാരണം ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചസിലേക്കും ഒരേ സമയം ആ സ്റ്റിമുലേഷൻസ് സ്പ്രെഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും, അതിൽ കൂടെ കടത്തിവിടാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഓൾ ദി കാർഡിയക് മസിൽസ് വിൽ കൺട്രാക്ട് ടുഗെദർ, ഒരുമിച്ചാണ് കൺട്രാക്ട് ചെയ്യുന്ന, ഫോമിങ് എ ഫങ്ഷണൽ സിൻസീഷ്യം ഇൻ വിച്ച് ദി സെൽസ് ഫങ്ഷൻ ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ യൂണിറ്റായിട്ട് കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊരു ഒറ്റ യൂണിറ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഫങ്ഷണൽ സിൻസീഷ്യം എന്ന് പറയുന്നത്. ആൻഡ് കാർഡിയക് മസിൽസ് ആക്ട് ആസ് എ ഫങ്ഷണൽ സിൻസീഷ്യം ഓർ ആക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദീസ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത് കൊണ്ടാണ് അവർക്കൊരു ഒറ്റ യൂണിറ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ
ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട്, മരത്തിൻ്റെ ഒരു ചില്ലയുടെ മുകളിൽ കയറി നിന്നിട്ട്, ഒരുപാട് ചില്ലകളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞിമരം, ആ മരത്തിൻ്റെ ഒരു ചില്ലയുടെ മുകളിൽ കയറി നിന്ന് അതിൻ്റെ മുകളിൽ ചാടിക്കളിക്കുകയോ അല്ലെങ്കിൽ ഒരു ചില്ല മാത്രം നമ്മൾ പിടിച്ചിങ്ങനെ ആട്ടുന്ന സമയത്ത് ആ മരം മൊത്തമായിട്ട് കുലുങ്ങും അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവിടെ ആ ഒരു ഒറ്റ ബ്രാഞ്ചിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റിമുലേഷൻ മറ്റ് ബ്രാഞ്ചസിലേക്കൊക്കെ ഒരേപോലെ സ്പ്രെഡ് ചെയ്യിപ്പിച്ച് അത് വൈബ്രേഷൻസ് ആയിട്ടാണ് സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ വൈബ്രേഷൻസ് ആ ഒരു എൻറ്റയർ ട്രീനെ മൊത്തം ഷെയ്ക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് ആ സ്റ്റിമുലേഷൻസ് പാസ് ചെയ്ത് എല്ലാ മസിൽസും ഒരേ സമയം കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യാനായിട്ട് അവർ സഹായിക്കുന്നു. അതാണ് ഈ ഇന്റർകലേറ്റഡ് ഡിസ്കിൻ്റെ ഫങ്ഷൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. So next is about the properties of cardiac muscles. സോ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് കാർഡിയക് മസിൽസ് ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ മസിലുമായിട്ട് അല്ലെങ്കിൽ മസിലിൻ്റെ ഫങ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. മസിലിന് മാത്രമല്ല, എന്തൊരു കാര്യം നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പഠിക്കുമ്പോൾ പ്രോപ്പർട്ടി ഈസ് സംതിങ് റിലേറ്റഡ് ടു ദെയർ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയക് മസിൽസ്. സോ 4 പ്രോപ്പർട്ടീസാണ് കാർഡിയക് മസിലിനുള്ളത്. ദേ ആർ എക്സൈറ്റബിലിറ്റി, റിതമിസിറ്റി, കണ്ടക്ടിവിറ്റി ആൻഡ് കൺട്രാക്ടിലിറ്റി. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസാണ് ഉള്ളത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കേണ്ടത് കണ്ടക്ടിവിറ്റിയെ പറ്റിയിട്ടാണ്. ബാക്കി 3 ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദ ഫസ്റ്റ് വൺ ഇസ് എക്സൈറ്റബിലിറ്റി. എക്സൈറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർ എക്സൈറ്റഡ് ആവുന്നത്, ആ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എക്സൈറ്റേഷൻ സംഭവിക്കുന്നതിനെയാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ ലിവിങ് ടിഷ്യൂ ടു ഗിവ് റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് അതിനുള്ള റെസ്പോൺസ് കിട്ടുന്നു, അതിനെയാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, അതാണ് RMP എന്ന് പറയാം. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇൻ സിംഗിൾ കാർഡിയക് മസിൽ ഫൈബ്രസ് -85 to -90 millivolt. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കി 2 ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കാർഡിയക് മസിലിൻ്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -85 to -90 millivolt ആണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ ഈ -85 എന്നുള്ളത് മാറിയിട്ട് അതൊരു -60, -50 അല്ലെങ്കിൽ ഒരു 0 ലെവലിലേക്കൊക്കെ എത്തുന്ന ആ ഒരു പ്രോപ്പർട്ടി, അതായത് റെസ്പോൺസ് കൊടുക്കുക. സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു റെസ്പോൺസ്, നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു എന്ന് പറയാം. അത് എന്താണ്? ഒരു തരം എക്നോളജ്മെൻ്റ് ആണ്. നമുക്ക് കിട്ടി എന്നുള്ളത്, കിട്ടി ബോധിച്ചു എന്നുള്ളതിൻ്റെ ഒരു തിരിച്ച് മറ്റാൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് നമുക്ക് കിട്ടി എന്നുള്ളത് അറിയിപ്പിക്കുന്നത്. അതേപോലെ ആ ഒരു സ്റ്റിമുലസ് വരുന്നതിനനുസരിച്ച് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ കാർഡിയക് മസിൽസ് ആർ സെൽഫ് എക്സൈറ്റബിൾ, അതായത് അവർക്ക് പ്രത്യേകിച്ച് ആരും സ്റ്റിമുലേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാർട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊട്ടിട്ട് അവർ തന്നെത്താനെ അത് എക്സൈറ്റബിളായി തന്നെത്താനെ എക്സൈറ്റേഷൻ വരുത്തിക്കും, എന്നിട്ട് അവർ തന്നെ അത് ആക്ട് ചെയ്യുകയും ചെയ്യും, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ എക്സൈറ്റബിലിറ്റിയെ പറ്റി പറയാനുള്ളത്. കാർഡിയക് മസിൽസ് ആർ സെൽഫ് എക്സൈറ്റബിൾ. ദെൻ നെക്സ്റ്റ് ഇസ് റിതമിസിറ്റി. റിതമിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഋതത്തിൽ ആ ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ കിട്ടിയിട്ടോ ആയിട്ടുള്ള ആ സ്റ്റിമുലസ് ഒരേപോലെ ഒരു ഋതം ആയിട്ട് ഒരു താളത്തിൽ ആ സ്റ്റിമുലേഷൻസിനെ മുഴുവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ാണ് റിതമിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ ടിഷ്യൂ ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഇമ്പൾസസ് റെഗുലർലി. അത് ഓട്ടോറിതമിസിറ്റി ആണ്. ഓട്ടോറിതമിസിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, it is the ability of a tissue to produce its own impulses regularly. റെഗുലറായിട്ട് സ്വന്തമായിട്ട് ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഓട്ടോറിതമിസിറ്റി എന്ന് പറയുന്നത്. സോ it is the discharge of rhythmic and rapid impulses is from a specialized structure called pacemaker. അപ്പോൾ പേസ്മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. അത് സ്പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രക്ചറോ ഒന്നുമല്ല, അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാർഡിയക് മസിൽസ് ഇരിക്കുന്നതാണ് ഈ പേസ് മേക്കർ എന്ന് പറയുന്നത്. സോ പേസ് മേക്കറിൽ നിന്നാണ് റിതമിക് ആയിട്ടുള്ള ഇമ്പൾസസ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ആൻഡ് SA node ഈസ് ദി പേസ് മേക്കർ ഓഫ് ഹാർട്ട് കണ്ടെയ്നിങ് ദി പേസ് മേക്കർ സെൽസ് കോൾഡ് P cells that produce autorhythmic impulses.
അപ്പം നമ്മുടെ ഹാർട്ടിൽ SA നോഡിനാണ് ആ ഒരു എബിലിറ്റി ഉള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ദി പേസ് മേക്കർ ഓഫ് ഹാർട്ട്. കാരണം അതിനകത്താണ് ഈ പേസ് മേക്കർ സെൽസ് ഇരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് റിതമിസിറ്റി. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം സെൽഫ് എക്സൈറ്റേഷനും ആണ്, ഓട്ടോ റിതമിക്കും ആണ്. തന്നെത്താനെ അവർക്ക് ആ താളമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ കംസ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റിതമിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഇമ്പൾസസിനെ ഇനി എന്താണ്, ഹാർട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിനെ എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു എബിലിറ്റീനെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. It is the ability of a living tissue to transmit impulse in the form of an action potential. അപ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ രൂപത്തിൽ ആദ്യം റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആയിരുന്നു. അവരൊരു സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് അതൊരു ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറും. അപ്പോൾ ആ ആക്ഷൻ പൊട്ടൻഷ്യലിനെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റീനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദി ഹ്യൂമൻ ഹാർട്ട് ഹാസ് എ സ്പെഷ്യലൈസ്ഡ് കണ്ടക്റ്റീവ് സിസ്റ്റം ഫോംഡ് ബൈ മോഡിഫൈഡ് കാർഡിയക് മസിൽസ്. ഇപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാത്വേ ഉണ്ട്. ആ പാത്വേനെ കണ്ടക്റ്റീവ് സിസ്റ്റം എന്ന് പറയും. ആ പാത്വേയിൽ കൂടെയാണ് ഈ ഒരു ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോഡിഫൈഡ് കാർഡിയക് മസിൽസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. സോ ടു സേ അബൌട്ട് ദി കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ഹാർട്ട്. അപ്പോൾ കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ഹാർട്ടിലുള്ള മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് SA നോഡ്, that is the sino-atrial node, then AV node, atrioventricular node, then bundle of His, then right and left bundle branches and Purkinje fibers. ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ വരുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ കോമ്പണൻസ്. സോ ഈ ഒരു പാത്വേയിൽ കൂടെയാണ് ഓട്ടോ റിതമിക് ആയിട്ടുള്ള ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ആ ഹാർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളെ ഏട്രിയത്തിനെയും അതേപോലെ വെൻട്രിക്കിൾസിനെയും ഒക്കെ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ത്രൂ ദിസ് കണ്ടക്റ്റീവ് സിസ്റ്റം ദി ഹാർട്ട് ബീറ്റ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ത്രൂ ദിസ് കണ്ടക്റ്റീവ് സിസ്റ്റം ദി ഹാർട്ട് ബീറ്റ്സ്. അപ്പോൾ വാട്ട് മേക്സ് യുവർ ഹാർട്ട് ബീറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി കണ്ടക്റ്റീവ് സിസ്റ്റം വിച്ച് ഇസ് എ സ്പെഷ്യലൈസ്ഡ് pathway or conductive components that is made up of specialized cardiac muscles. ഓക്കെ, അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാത്വേ ആണ്. ആ പാത്വേയിൽ കൂടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുമ്പോൾ അതിനനുസരിച്ച് ഹാർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കൺട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി മച്ച് ക്ലിയർ ഫോർ യു. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. So the components of a conductive system of heart are SA node, then internodal tracts, അതെന്താന്ന് പറയാം, then AV node, bundle of His, bundle branches and Purkinje fibers. അപ്പോൾ SA നോഡും AV നോഡും അങ്ങനെ രണ്ട് നോഡുകളുണ്ട്. ഈ ആദ്യം കാണുന്ന ഈ സംഭവമാണ് SA നോഡ്. പിന്നെ AV നോഡ് എന്ന് പറയുന്നത് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ വരുന്ന നോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് നോഡുകളുടെയും ഇടയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു 3 കുഞ്ഞി ലൈൻസ് ഉണ്ട്. അതിനെയാണ് ഇന്റർനോഡൽ ട്രാക്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് നോഡുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇടയിലുള്ള കുഞ്ഞി ട്രാക്റ്റുകളെയാണ് ഇന്റർനോഡൽ ട്രാക്സ് എന്ന് പറയുന്നത്. SA നോഡ് എന്നുള്ള ഇമ്പൾസ് AV നോഡിലേക്ക് എത്തിക്കുന്നത് ഈ 3 ട്രാക്റ്റുകളിൽ കൂടെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ടൊരു ബ്രാഞ്ചും കൂടി വരുന്നത് അത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കുള്ള അതിൻ്റെ ഒരു ബ്രാഞ്ചാണ്, കുഞ്ഞി ബ്രാഞ്ചാണ്. ഓക്കെ, പിന്നെ SA നോഡിൽ നിന്ന് അപ്പോൾ AV നോഡിലേക്ക് ഇമ്പൾസ് വരും. AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ്, ഈ കണക്ഷൻ എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് ഹിസ് ആണ്. അത് പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അത് പിന്നെ കറസ്പോണ്ടിങ് വെൻട്രിക്കിളിൻ്റെ ഭാഗത്തേക്ക് പോകും. റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. എന്നിട്ട് ആ ബ്രാഞ്ച് അത് ബണ്ടിൽ ബ്രാഞ്ചസ് വീണ്ടും കുഞ്ഞു കുഞ്ഞു ഫൈബേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് പർക്കിൻജി ഫൈബേഴ്സ് എന്നും പറയുന്നത്. So these are the components of the conductive system. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ. SA നോഡ്, ദെൻ AV നോഡ്, അതിൻ്റെ ഇടയിൽ കാണുന്നത് 3 ഇന്റർനോഡൽ ട്രാക്സ്.
ഓക്കെ, 3 ഇന്റർനോഡൽ ട്രാക്സ്. അതിലെ ഒരു ഇന്റർനോഡൽ ട്രാക്റ്റിൻ്റെ ഒരു ബ്രാഞ്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കും കൂടിയും പാസ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒരേ സമയം 2 ഏട്രിയം കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. കാരണം SA നോഡിൽ നിന്ന് ഇമ്പൾസ് AV നോഡിലേക്ക് എത്തുമ്പോഴേക്കും 2 ഏട്രിയത്തിൻ്റെയും കൺട്രാക്ഷൻ അവിടെ സംഭവിക്കും. അത് കഴിഞ്ഞ് AV നോഡിൽ നിന്നും അത് ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് പോകുന്നതോടുകൂടി ഏട്രിയം റിലാക്സ് ചെയ്യും, എന്നിട്ട് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ SA നോഡ് ത്രൂ ദീസ് 3 ഇന്റർനോഡൽ ട്രാക്സ് ഇമ്പൾസ് AV നോഡിലെത്തും. AV നോഡിൽ നിന്നും പിന്നെ അത് ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് വരും. ബണ്ടിൽ ഓഫ് ഹിസ് 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യും, റൈറ്റ് ബ്രാഞ്ച് ആൻഡ് ദി ലെഫ്റ്റ് ബ്രാഞ്ച്. റൈറ്റ് ബ്രാഞ്ച് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് സപ്ലൈ ചെയ്യും, ലെഫ്റ്റ് ബ്രാഞ്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ വെൻട്രിക്കിളിൻ്റെ ബേസ് എത്തുമ്പോൾ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ 2 സൈഡുകളിലേക്കും പോവും. സൈഡുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വീണ്ടും കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ ഈ ബണ്ടിൽ ബ്രാഞ്ചസ് കൂടെ വന്നിട്ട് പർക്കിഞ്ചി ഫൈബേഴ്സിലേക്ക് എത്തുമ്പോഴാണ് 2 വെൻട്രിക്കിളും കംപ്ലീറ്റ് ആയിട്ടും കൺട്രാക്ട് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ പാത്വേ. ആൻഡ് 3 ഇന്റർനോഡൽ ട്രാക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 3 ഇന്റർനോഡൽ ട്രാക്റ്റിനും ഓരോ പേരുണ്ട്. ആൻറ്റീരിയർ ട്രാക്ട്, മിഡിൽ ട്രാക്ട് ആൻഡ് പോസ്റ്റീരിയർ ട്രാക്ട്. അപ്പോൾ അതിൽ ഈ ആദ്യം വരുന്നതാണ് ആൻറ്റീരിയർ ട്രാക്ട്. ആ ആൻറ്റീരിയർ ട്രാക്റ്റിൻ്റെ ഒരു ബ്രാഞ്ചാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നത്. ഈ ബെക്ക്മാൻസ് ബണ്ടിൽ എന്ന് പറയുന്നത് ആ ആൻറ്റീരിയർ ട്രാക്റ്റിനെ പറയുന്ന പേര് ട്രാക്ട് ഓഫ് ബെക്ക്മാൻ എന്നാണ്. ഓക്കെ, ആൻറ്റീരിയർ ട്രാക്ട് ഓഫ് ബെക്ക്മാൻ എന്നാണ് ആ ഒരു ഫസ്റ്റത്തെ ട്രാക്റ്റിനെ പറയുന്നത്. ഇത് രണ്ടും, ഇതും ഇതും. പിന്നെ മിഡിൽ ട്രാക്ട് ഓഫ് വെങ്കി ബാക്ക് ആൻഡ് പോസ്റ്റീരിയർ ട്രാക്ട് ഓഫ് തോറൽ. ഓക്കെ, ഇങ്ങനെ 3 ട്രാക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 3 ട്രാക്റ്റിൽ കൂടെയാണ് SA നോഡിൽ നിന്നും AV നോഡിലേക്ക് ആ ഇമ്പൾസ് വരുന്നത്. ഇനി SA നോഡിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ഏട്രിയത്തിൽ സുപ്പീരിയർ വിനാ കാവയുടെ ഓപ്പണിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കാണുന്നത്. റൈറ്റ് ഏട്രിയത്തിൽ സുപ്പീരിയർ വിനാ കാവയുടെ ഓപ്പണിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ SA നോഡിൽ നിന്നും 3 ഇന്റർനോഡൽ ട്രാക്സ് വഴി ഇമ്പൾസ് AV നോഡിലേക്ക് എത്തും. AV നോഡ് എന്ന് പറയുന്നത് ആ ഒരു റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ് കാണുന്നത് AV നോഡ്. അവിടെ നിന്നും പിന്നെ നേരെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ബണ്ടിൽ വരും. അതാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. അത് 2 വെൻട്രിക്കിൾസിനെയും ഇടയിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ട് പകുതി ദൂരം എത്തുമ്പോൾ അത് 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യും, റൈറ്റ് ബ്രാഞ്ച് ആൻഡ് ദി ലെഫ്റ്റ് ബ്രാഞ്ച്. റൈറ്റ് ബ്രാഞ്ചും ലെഫ്റ്റ് ബ്രാഞ്ചും താഴേക്ക് വന്ന ശേഷം ആ ഒരു എപ്പെക്സ് പോർഷൻ എത്തുമ്പോൾ അത് രണ്ടും 2 സൈഡുകളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. സ്പ്ലിറ്റ് ചെയ്ത് പോയ ശേഷം ആ വെൻട്രിക്കിൾസിൻ്റെ മോളിലേക്ക് എത്തുമ്പോഴേക്കും അത് വീണ്ടും ബ്രാഞ്ച് ചെയ്തിട്ട് പർക്കിഞ്ചി ഫൈബേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ഹാർട്ടിൻ്റെ കംപ്ലീറ്റ് പാർട്സ്. ഈ പിക്ചർ നിങ്ങൾ ഒന്ന് വരച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് നോട്ട്സ് തരുമ്പോൾ അതിനകത്തുണ്ട്, എന്നാലും ഇതൊന്ന് വരച്ചു വെക്കണം. കണ്ടക്റ്റീവ് സിസ്റ്റം ഒക്കെ 5 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ കമ്പോണൻസ്, പിന്നെ ഈ ഒരു പിക്ചർ, പിന്നെ ഓരോ കമ്പോണൻറ്റിൻ്റെയും എക്സ്പ്ലനേഷനും ഉണ്ട്. അത് ഇതിൻ്റെ ബാക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത് വീണ്ടും അതേപോലെ തന്നെ കാണിച്ചതാണ്. അപ്പോൾ ഈ പിക്ചറിൽ ഇതാ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് വരുന്നു. അവിടെ നിന്നും അത് പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ് വരും. അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് അത് പിന്നെ 2 ബണ്ടിൽസിലേക്കും പോകുന്നു, 2 വെൻട്രിക്കിളിലേക്കും പോകുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ പാസേജ്. അപ്പോൾ SA നോഡിൽ നിന്ന് AV നോഡ് ടു ബണ്ടിൽ ഓഫ് ഹിസ്, bundle of his to bundle branches and finally to the Purkinje fibers. അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ SA നോഡ് ഇത് നിങ്ങളൊന്ന് എഴുതി വെക്കണം. It is the flattened strip of specialized cardiac muscles seen in the right atrium just below the opening of superior vena cava. Contains pacemaker cells called P cells that are self-excitable and can generate rapid and spontaneous action potentials. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. It discharges impulses more rapidly than other cardiac muscles. Hence, SA node is called the pacemaker of heart.
ഓക്കെ, ആ ഒരു ബാക്കിയുള്ള കാർഡിയക് മസിൽസിനെല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ള നോഡുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എസ് എ നോഡിനാണ് കുറച്ച് നല്ല രീതിക്ക് റാപ്പിഡായിട്ട് ഫാസ്റ്റായിട്ടൊക്കെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സപ്ലൈഡ് ബൈ ദി റൈറ്റ് വേഗസ് നെർവ്. നമ്മുടെ 10ാമത്തെ ക്രേനിയൽ നെർവാണ് വേഗസ് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ബ്രാഞ്ചാണ് എസ് എ നോഡിനെ സപ്ലൈ ചെയ്യുന്നത്. Then comes the internodal tracts that conduct impulses from SA node to the AV node. 3 internodal tracts ആണുള്ളത്. Anterior tract of Beckman, middle tract of Wenckebach and posterior tract of Thorel. അങ്ങനെ 3 ട്രാക്റ്റുകളാണ് ഉള്ളത്. Then comes the AV node. It is located in the posterior wall of right atrium on the right AV septum. Similar to SC node, but the number of P cells are less than SC node. SC node നെക്കാളും P cells, pacemaker cells കുറവാണ്. It is supplied by the left vagus nerve. Impulses reaching the AV node are not transmitted immediately to the bundle of His. This is called AV nodal delay. അതായത് എ വി നോഡിലേക്ക് എത്തിയിട്ടുള്ള ഇമ്പൾസ് പെട്ടെന്ന് തന്നെ എ വി നോഡിൽ നിന്നും ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് പോവില്ല. അവിടെ ഒരു ഇത്തിരി സമയം കഴിഞ്ഞിട്ടേ അത് പോവുള്ളൂ. ആ ഒരു ഡിലേനെയാണ് എ വി നോഡൽ ഡിലേ എന്ന് പറയുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ വി നോഡൽ ഡിലേ എന്ന് പറഞ്ഞാൽ അത്രയും സമയം കൊണ്ട് ബ്ലഡ് പ്രോപ്പറായിട്ട് അതിനകത്ത് എംറ്റീഡായി പോകാൻ, അതായത് ഓറിക്കിൾ ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ആ ബ്ലഡ് എംറ്റി ചെയ്ത് പോവാൻ ആ ഒരു എ വി നോഡൽ ഡിലേ സഹായിക്കും. Okay, so AV nodal delay is important as it gives enough time for the atria to empty blood into the ventricles. Okay, അപ്പോൾ വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് പെട്ടെന്ന് തന്നെ പോവാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോവാൻ ഈ ഒരു AV nodal delay സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് about AV node. Then comes bundle of His that arises from the AV node and runs through the ventricular septum, carrying impulses from the AV node for ventricular contractions. Then bundle branches. Bundle of His divides to right and left bundle branches at the beginning of ventricular septum and moves to their respective ventricles. And finally comes the Purkinje fibers, fast conducting fibers at the ends of bundle branches that passes the impulses for ventricular contractions onto the myocardium of ventricles. വെൻട്രിക്കിളിൻ്റെ മസിൽസിലേക്ക് പിന്നെ അത് പാസ് ചെയ്യാനായിട്ട് ഈ Purkinje ഫൈബേഴ്സ് ആണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് about conductive system of heart. And the last property of cardiac muscles is contractility. അപ്പോൾ ആദ്യം എക്സൈറ്റേഷൻ ആയിരുന്നു, തന്നെ എക്സൈറ്റബിൾ ആവും. അതിനുശേഷം ഓട്ടോ റിതമിക്, അതായത് ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇമ്പൾസ് റിതമായിട്ട് ഒരു താളത്തിൽ അതിനെ റിലീസ് ചെയ്യും. ദെൻ കണ്ടക്ടിവിറ്റി, ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആ ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി കൺട്രാക്റ്റിലിറ്റി, അതായത് ആ കിട്ടുന്ന ഇമ്പൾസിനനുസരിച്ച് അവർ ആ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ടിഷ്യൂ ടു ഷോർട്ടൻ ഇൻ ലെങ്ത് ആഫ്റ്റർ റിസീവിങ് എ സ്റ്റിമുലസ്. അതായത് എബിലിറ്റി ഓഫ് എ ടിഷ്യൂ ടു കൺട്രാക്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ കൺട്രാക്ട് ചെയ്യുന്നതിനും അതിൻ്റെ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓൾ ഓർ നൺ ലോ. ഓൾ ഓർ നൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ കൺട്രാക്ഷൻ ഉണ്ട്, സ്റ്റിമുലേഷൻ ഇല്ലെങ്കിൽ കൺട്രാക്ഷൻ ഇല്ല. അതാണ് ഓൾ ഓർ നൺ ലോ. Responses in cardiac muscles are all or none in character. Upon stimulus application, a response will be generated, and if there is no stimulus, there will be no response. അപ്പോൾ സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ റെസ്പോൺസ് ഉണ്ടാവും, സ്റ്റിമുലസ് ഇല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ കാർഡിയക് മസിൽസിലേക്ക് പ്രോപ്പറായിട്ട് സ്റ്റിമുലേഷൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ മസിൽസ് പ്രോപ്പറായിട്ട് കൺട്രാക്ട് ചെയ്യില്ല. കറക്റ്റായിട്ട് വന്നെങ്കിൽ അവർ കൺട്രാക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് കൺട്രാക്ടൈൽ പ്രോപ്പർട്ടി ഈസ് റിഫ്രാക്ടറി പീരിയഡ്. റിഫ്രാക്ടറി പീരിയഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റിംഗ് പീരിയഡ് പോലെയാണ്. അതായത് ആ സമയത്ത് മസിൽസിലേക്ക് എത്ര സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാലും അവരൊരു തരത്തിലും ഒരു റെസ്പോൺസും അവിടെ കാണിക്കില്ല. അതിനെയാണ് റിഫ്രാക്ടറി പീരിയഡ് എന്ന് പറയുന്നത്. പീരിയഡ് ഡ്യൂറിങ് വിച്ച് ദ മസിൽസ് വിൽ നോട്ട് റെസ്പോണ്ട് ബൈ സ്റ്റിമുലസ്. അപ്പോൾ കാർഡിയക് മസിൽസിന് യൂഷ്വലി ഒരു ഗ്രേറ്റർ റിഫ്രാക്ടറി പീരിയഡ് ഉണ്ട്. അതായത് ആ മസിൽസ് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം
അല്ലെങ്കിൽ ആ ഒരു കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് അടുത്ത കൺട്രാക്ഷൻ വരാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ആ ഒരു കൂടുതൽ സമയം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്നും പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ടാണ് ആ ഒരു റിഫ്രാക്ടറി പീരീഡ് കുറച്ച് ലോങ്ങർ ഡ്യൂറേഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയക് മസിൽസ്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ഹാർട്ട് ആണ്. Okay, so this much about this topic, and thank you.